ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ആട്ടോ, അതായത് ഒരു 1 ഡേ ട്രെയിനിങ് ക്യാമ്പ്, ടീച്ചർ ട്രെയിനിങ് ക്യാമ്പിന് വേണ്ടി പോയിട്ട് ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കിനാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പം ഏകദേശം ഒരു രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ പാത്തു എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല അവൾ ആദ്യം പ്രതികരിച്ചത്. ആദ്യം എന്നെ കണ്ടുടനെ ചോദിച്ചാൽ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചില്ലേ എന്നായിരുന്നു ആദ്യം പാത്തൂസ് ചോദിച്ചത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കുറച്ച് പഞ്ചാര വാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആള് കറങ്ങി മടിയിലിരുന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂർക്ക് ഒരു 5:30 ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇത്രയും ലോങ് വന്നതാണ്. അപ്പോൾ എന്തായാലും തൃശ്ശൂരൊന്ന് കറങ്ങിയൊക്കെ പോകാമെന്ന് കരുതി. കാരണം വാപ്പിയും മോളും രാവിലെ മുതൽ തൃശ്ശൂരിനെ കാണാൻ സ്ഥലങ്ങളില്ല. കാരണം അത്രയും സ്ഥലങ്ങളും അവിടെ ഉള്ളതെല്ലാം അവർ അരിച്ച് പിറക്കി കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും നേരം പാത്തു ഇക്കാകാൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അവരെവിടെയൊക്കെ പോകാമോ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തപ്പിയ സ്ഥലങ്ങളൊക്കെ അവർ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി പോകാത്ത സ്ഥലം തന്നെ നോക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഒരു തമിഴ്നാട് സ്റ്റൈൽ സ്ഥലം കണ്ടു കേട്ടോ. കാരണം കുറേ പാടവും ഒക്കെ ആയിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നിയത് കാരണം ഞാൻ എടുത്ത കേട്ടോ. നല്ലൊരു വൈബുള്ള സ്ഥലമായിരുന്നു അത് കേട്ടോ. ഒരു തമിഴ്നാട് പോയ ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ പരിധി നോക്കി. കാരണം ഇവർ പോകാത്ത സ്ഥലം നോക്കണമല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവർ ഫുൾ കറങ്ങിയ ഓൾമോസ്റ്റ് എല്ലാം സ്ഥലങ്ങളിൽ ഇവർ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ പോകാത്ത സ്ഥലം ഞാൻ നോക്കണമായിരുന്നു. അങ്ങനെ തപ്പി പിടിച്ച് സ്നേഹതീരം ബീച്ച് ഉണ്ടല്ലോ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന്, അതായത് ഞങ്ങൾ തൃശ്ശൂർ ടൗണിൽ തന്നെയായിരുന്നു. അവിടുന്ന് ഏകദേശം ഒരു 25 കിലോമീറ്ററോ അത്രയും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്നേഹതീരം ബീച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ അവിടെ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. എന്തായാലും തൃശ്ശൂർ വന്നതാണ്. അപ്പം ഇതിനായിട്ട് വന്നിട്ട് എവിടെയും കയറാതെയൊക്കെ പോകാൻ അവർ പോയി, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു 6:30 ആയപ്പോഴത്തേക്കിനും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അസ്തമയമൊക്കെ കണ്ട് ഒന്ന് പോകാമെന്നൊക്കെയാണ് കരുതിയത്. അപ്പോൾ നേരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. അതായത് കുറച്ച് മഴയൊക്കെ ഉള്ളൊരു ടൈമായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം നല്ല ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പൊതുവെ നമുക്ക് ഈ ഒരു ബീച്ച് സൈഡൊക്കെ പോകുമ്പം ഭയങ്കര ഒരു കാം ആയിട്ടുള്ളൊരു ഫീലിംഗ് അല്ലേ എനിക്ക്. അതായത് കുറച്ച് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതല്ലേ എനിക്ക്. അങ്ങനെ കേട്ടോ, എനിക്ക് പണ്ട് മുതൽക്കേ ബീച്ച് സൈഡിലോട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം ഒന്നുമില്ലെങ്കിലും ചുമ്മാ നല്ല തണുത്ത കാറ്റും ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു മൈൻഡ് മൊത്തം പോസിറ്റീവ് ആയിരിക്കും. അതായത് വേറെ ഒരു ചിന്തകളൊന്നും ഉണ്ടാവില്ല. ഒരു പ്രത്യേക ഒരു സമാധാനം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പാത്തൂനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളം കാണുന്നത്. ഇക്കാക്കാണെങ്കിൽ വലിച്ചുകൊണ്ട് പോവാണ്. എന്താണ് മുതലാളി ഒരു സൈഡ് വലിവ് എന്ന് പറയുന്നൊരു രംഗമാണ് എനിക്ക് ഓർമ്മ വന്നുള്ളൂ. പോണ വഴിക്ക് ഇക്കാക്കാനെ വലിച്ച് വെള്ളത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ. കുറച്ച് നേരം ഇക്കാക്കാൻ്റെ കൂടെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കയ്യിലേക്ക് വന്നു. പക്ഷേ എനിക്ക് അവളെ ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇക്കാക്ക ആകുമ്പോഴത്തേക്കിനും അവൾ വലിച്ചാലും പോകില്ല. പക്ഷേ ഇതിപ്പം ഞാനാണോ അവളെ കൊണ്ടുപോകുന്നത്, എന്നെയാണോ കൊണ്ടുപോകുന്നതെന്നൊരു സംശയമാണ്. കാരണം അവൾ വിളിക്കുമ്പോഴത്തേനും ഞാൻ അവളുടെ കൂടെ അങ്ങോട്ട് പോകും കേട്ടോ. അതെനിക്ക് റിസ്ക് ആയിരുന്നു. കാരണം ഞാനും അവളും കൂടെ വെള്ളത്തിൽ കിടക്കുകയുള്ളൂ. സംഭവം നമ്മൾ ബീച്ചിലേക്ക് വരുമെന്നോ അങ്ങനെ ഒന്നും ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉടുപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു 1 ഡേ ക്യാമ്പല്ലേ, അപ്പോൾ ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിലേക്ക് ഇറങ്ങിയതുമില്ല. കാരണം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പെരുമ്പാവൂരേക്ക് പോകേണ്ടി വരും. ഓൾക്ക് ഡ്രസ്സ് ഉണ്ട്, അത് കാരണം അവൾക്ക് പേടിക്കേണ്ട, അവൾക്ക് എന്തുണ്ടെങ്കിലും വെള്ളത്തിൽ കിടന്ന് കാണിക്കുക. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. പക്ഷേ നടന്നു പോകുമ്പോഴത്തേക്കിനും ഏകദേശം ഒരു പകുതി വരെ ഞാൻ നനഞ്ഞു കേട്ടോ. കാരണം പെട്ടെന്നായിരുന്നു നോക്കി നിൽക്കലെ ഒരു തിര വന്ന് മേത്തേക്ക് വീണത്. അപ്പോഴത്തേക്കിനും ഏകദേശം ഉടുപ്പിൻ്റെ അടിയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നടന്നു. പാത്തുവിന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് തന്നെ എനിക്ക് പേടിയായിരുന്നു. കാരണം ഇവിടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങി അങ്ങ് പോകും. അതെനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റുമാണ്. അതിനകത്ത് ഇറങ്ങിയേ പറ്റുള്ളൂ. അതുണ്ടല്ലേ ഞാൻ അപ്പോഴത്തേക്കിനും നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക
ഒരിത്തിരിയേ നനഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ ഒരു ലെങ്ത് കൂടുതൽ കാരണം ആ ഒരു അടി മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതിൽ കൂടെ ഞങ്ങൾ ജസ്റ്റ് കൈയൊക്കെ പിടിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറച്ച് സമാധാനവും സ്വസ്ഥതയും ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് പോയി കഴിഞ്ഞപ്പം അവിടെ ഇങ്ങനെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ കയറി നേരത്തെ കണ്ടിട്ടുണ്ടോ, അവിടെ റൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പാത്തുവിന് എലിഫൻറ്റ് അതേപോലെ ഹോഴ്സ് ഈ രണ്ട് സാധനങ്ങളും ഭയങ്കര ഇഷ്ടം കേട്ടോ. ആന എവിടെ കണ്ടാലും അതിനെ കാണാനും പിന്നെ അതേപോലെ കുതിര, കുതിര എന്നല്ല ആക്ച്വലി അവൾ പറയുന്നത്, കുടില എന്നാണ് പറയുന്നത്. ഇതും എൻ്റെ അടുത്ത് ഉമ്മി ഇതേ കുടില നിൽക്കണു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും കണ്ടത്. അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കുറച്ച് നേരം അതിനൊന്ന് കാണിച്ചു. അപ്പോൾ ആ വാശിയായിരുന്നു എൻ്റെ മണ്ടയ്ക്ക് കയറണമെന്നുള്ളത്. അത് പോസിബിൾ അല്ല, അതാണ് ഞാൻ കയറ്റിയതും ഇല്ല. പിന്നെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഈ ഒരു പൂവുണ്ടല്ലോ, നമ്മുടെ കോളാമ്പിയൊക്കെ പോലെ തോന്നിക്കുന്ന ഇത് കുറേ വർഷമായി കണ്ടിട്ട്. കാരണം ആദ്യം നമ്മൾ സെറ്റിലായിരുന്നത് ആലപ്പുഴയിലായിരുന്നു. അപ്പോൾ അവിടെ ഇതേപോലെ കുറേ ബീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ നമ്മൾ കണ്ട് ഇതാണ്. ഇപ്പോൾ പെരുമ്പാവൂർ വന്ന സമയത്ത് പിന്നെ ഇതൊന്നും കാണലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ കണ്ട് ചുമ്മാ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു കാലിലൊക്കെ നല്ല മണ്ണും ചെളിയായിരുന്നു. മണ്ണും ചെളിയായിട്ട് എന്തായാലും കാക്ക അതിൻ്റെ അകത്തേക്ക് കയറ്റില്ല. കാരണം എന്നേലും പ്രിയപ്പെട്ടതാണ് കാക്കാൻ്റെ വണ്ടി. അപ്പോൾ അത് കാരണം മണ്ണും ചെളിയായിട്ട് നമ്മൾ അതിനകത്തേക്ക് കയറ്റിയില്ല. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഷോപ്പ്, അധികം ഷോപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലറ ചില്ലറായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞു ചായക്കടകൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ കയറി വാഷൊക്കെ ചെയ്ത് നമ്മൾ വന്നു. പിന്നെ നമ്മൾ 2-3 ഐസ്ക്രീമൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു പിമ്പിൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, ആ പണി കിട്ടിയതാണ്. ഇതിന് വേണ്ടിയിട്ട് വന്നൊരു പിമ്പിൾ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ അവിടെ ചുറ്റിപ്പറ്റി നിന്നപ്പോൾ നമ്മൾ ചുറ്റിപ്പറ്റി 2 പട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സംഭവത്തിനെ ഭയങ്കര പേടിയാണ്. ഞാൻ എൻ്റെ അടുത്തേക്ക് പോലും പോകില്ല, കാരണം എനിക്ക് അത്രയും പേടിയാണ്. ഇക്കാക്ക് പക്ഷേ നമ്മുടെ അടുത്തേക്ക് ഇതിങ്ങനെ വന്ന കണ്ടപ്പോൾ ഇക്കാക്ക് പിന്നെ കടയിൽ പോയിട്ട് ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതുങ്ങൾക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ആ പരിസരത്തേക്ക് ഞാൻ പോയില്ല. ഞാൻ അവിടെ നിന്ന് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അവർ മേടിച്ച് ഇട്ട് കൊടുക്കുക. അവൾക്കും പേടിയില്ല, പാത്തുവിനും ഇക്കാക്കാൻ്റെ പോലെ പേടിയില്ല, ചെന്ന് കയറി കൊടുക്കും. അത് കാരണം ഞാൻ അവളെ മാറ്റി ഞാനും മാറി നിന്നു. നമ്മൾ ആദ്യം പോയ സ്ഥലമായിരുന്നില്ല സത്യത്തിൽ സ്നേഹതീരം എന്ന് പറഞ്ഞാൽ. നമുക്കത് അറിയില്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് സ്നേഹതീരം എന്ന് പറഞ്ഞ് വേറൊരു ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. അത് നമ്മളൊരാളുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും വന്നതല്ല അവിടെയും കൂടെ കയറി കണ്ടിട്ട് പോകുന്നതായിരുന്നു. പക്ഷേ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആദ്യം കയറിയ സ്ഥലം തന്നെ ആയിരുന്നു നല്ലതെന്ന്. കാരണം ഇവിടെ അധികം എനിക്ക് തോന്നുന്നു ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ കയറിയപ്പോഴത്തേനും കുറച്ച് കുഞ്ഞുങ്ങളുടെ ടോയ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിൽ അതിൻ്റെ പുതിയ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇനി നൈറ്റ് വന്നുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വലിയൊരു ഗ്രൗണ്ട്, അതിനകത്ത് കുഞ്ഞു ചെറിയ ഒരു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരിത്, പിന്നെ ആ ഒരു റൗണ്ട് ഫുൾ കാണിക്കാൻ വേണ്ടി ഒരു ട്രെയിൻ, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ അതിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ വേറെ വല്ലതും വരുന്നുണ്ടാവും എന്ന് കരുതി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് കടലയൊക്കെ മേടിച്ച് ഇതേപോലെ തന്നെ അവിടെ നിന്ന് കടലൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്ന് ഇറങ്ങി. പിന്നെ ബീച്ചിൽ വന്നില്ല, അപ്പോൾ ഉപ്പിലിട്ട സാധനം മെയിനാണ്. അങ്ങനെ ഉപ്പിലിട്ടതും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിളും അതേപോലെ മാങ്ങയൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നായിട്ടോ കരുതിയത്. വേറെ പിന്നെ പരിപാടികളൊന്നുമില്ല. ഉപ്പിലിട്ടത് കഴിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഉപ്പിലിട്ടയിൽ. അതാണ് അതൊരു 3 വാങ്ങിച്ച് വരെ നിറച്ച് കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അതായിരുന്നു ആ ഒരു ഫുൾ ഡേയുടെ. നേരത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബാലൻസ് ആയിരുന്നു ഇത്. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.